നമസ്കാരം, എല്ലാവർക്കും ജെ പാത്ത് ഫൈൻഡറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലൊന്നായ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് അനായാസമായിട്ട് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അതപ്പം എങ്ങനെ ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും അനായാസമായിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ അപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആണ് പാൻ കാർഡ്, ആധാർ കാർഡ്. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇനി കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജെൻഡർ, മരീറ്റൽ സ്റ്റാറ്റസ്, ആനുവൽ ഇൻകം, ട്രേഡിംഗ് എക്സ്പീരിയൻസ്, പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ഓർ നോട്ട്, നിങ്ങളുടെ ജോലി, ഒക്കുപേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡിലുള്ള അച്ഛൻ്റെ പേര്, അതുപോലെ തന്നെ ഈസ് യുവർ കൺട്രി ഓഫ് ടാക്സ് റെസിഡൻസി ഇൻ ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം യെസ് ഐ വാണ്ട് എ ഫ്രീ സ്റ്റോക്ക് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലെയിൻ ആയിട്ട് ഒരു ഏരിയ കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടണം. അപ്പോൾ നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ സ്ക്രീനിൽ തന്നെ ഇടുക. ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം കണക്ട് യുവർ ഡിജി ലോക്കർ വിത്ത് അപ്സ്റ്റോക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടാപ്പ് ടു അപ്ലോഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് വശത്തെ ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അലോ ക്ലിക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ലൊരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര്, IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കാണുന്നതായിരിക്കും. അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഗെറ്റ് OTP എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഇപ്പം നിലവിലുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് 299 അപ്പം ഇത് ചേഞ്ച് ആകുന്നതാണ്. അപ്പോൾ ചില സമയത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, ചില സമയത്ത് ഇതുപോലെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഉണ്ടാകും. അപ്പം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം ഈ പേയ്മെൻറ്റ് നടത്തുന്നതിന്. ഞാനിവിടെ UPI ഉപയോഗിച്ച് പേ ചെയ്യുകയാണ്. അപ്പം പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. എൻ്റെ സക്സസ്ഫുള്ളായിട്ട് പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം യെസ് ആക്ടിവേറ്റ് ദിസ് സെഗ്മെൻറ്റ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റി, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മ്യൂണിറ്റി എല്ലാ സെഗ്മെൻറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ സെലക്ട് ഇൻകം പ്രൂഫ് ടൈപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ IT റിട്ടേൺ ആഡ് ചെയ്യാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൂഫ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏത് പ്രൂഫാണോ സെലക്ട് ചെയ്തത് അതിവിടെ ടാപ്പ് ടു അപ്ലോഡ് എന്നത് ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് എന്താണോ നിങ്ങളുടെ പേര്, ആ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം സൈൻ വിത്ത് ആധാർ OTP എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുവരെ പൂരിപ്പിച്ച നിങ്ങളുടെ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി കയ്യിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഇതാണ് കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യും. അപ്പം ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്ത ഇമെയിൽ ID യിലേക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അയച്ചു കിട്ടുന്നതാണ്. അപ്പം അത് ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ നമ്മുടെ ഒന്നാമത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് 1-2 ദിവസം, മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ട് നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇമെയിൽ ID യിലേക്ക് ഇങ്ങനൊരു മെയിലാണ് വരുന്നത്. അവിടെ യൂസർ നെയിം, ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 ലഭിക്കുന്നതായിരിക്കും. ഇത് 2 എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലായെന്ന്. അപ്പോൾ വളരെ അനായാസമാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.